സ്വതന്ത്ര പലസ്തീൻ എന്ന ആവശ്യം ഹമാസിന്റെ അതിക്രമങ്ങൾക്കുള്ള അംഗീകാരമാകുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സമാധാനം ആഗ്രഹിക്കുന്നവർ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടത് ബന്ദികളെ മോചിപ്പിക്കാനാണെന്നും യുഎൻ പൊതുസഭയിൽ ട്രംപ് പറഞ്ഞു. Unfortunately, Hamas has repeatedly rejected reasonable offers to make peace. We can't forget October 7th, can we? Now, as if to encourage continued conflict, some of this body is seeking to unilaterally recognize a Palestinian state. The rewards would be too great for Hamas terrorists for their atrocities. This would be a reward for these horrible atrocities, including October 7th, even while they refuse to release the hostages or accept a ceasefire. Instead of giving to Hamas and giving so much, because they have taken so much. This could have been solved so long ago. But instead of giving in to Hamas's ransom demands, those who want peace should be united with one message: release the hostages now. ശൂന്യമായ വാക്കുകളല്ല യുദ്ധങ്ങൾക്കുള്ള പരിഹാരമെന്നും ഐക്യരാഷ്ട്രസഭയെ ട്രംപ് വിമർശിച്ചു. വി ആർ കാർത്തിക് വിവരങ്ങൾ നൽകും. കാർത്തിക്, ഈ ട്രംപ് എത്തരത്തിലാണ് ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിച്ചത്? അവിടെ 7 യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ ശ്രമിച്ച തന്നെ അഭിനന്ദിച്ചില്ല UN സഭ എന്നൊക്കെ വിമർശിക്കുന്നത് കണ്ടു. മാത്രമല്ല, ഇന്ത്യ പാക് യുദ്ധത്തിൽ അവകാശവാദം ആവർത്തിക്കുകയും ചെയ്തു. എന്തൊക്കെയാണ് വളരെ ദൈർഘ്യമേറിയ പ്രസംഗത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ? ദ്വിരാഷ്ട്ര പ്രശ്നപരിഹാരം എന്നത് ദീർഘകാലമായുള്ള നിർദ്ദേശമാണ്. പക്ഷേ ഒരു ഘട്ടത്തിലും അതിന് പ്രോത്സാഹനം ലഭിച്ചിട്ടില്ല. ബ്രിട്ടൻ, ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങൾ പാലസ്തീൻ രാഷ്ട്രം എന്ന നിലപാട് അംഗീകരിച്ചതോടെയാണ് ഈ UN അസംബ്ലി ഏറെ നിർണായകമായത്. ഈ UN ജനറൽ അസംബ്ലിയിൽ ട്രംപ് എന്തു പറയും എന്നതായിരുന്നു ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കിയത്. പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒന്നും സംഭവിച്ചില്ല. ഇസ്രായേലിന് അനുകൂലമായും ഇത്തരത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളെ, സ്വതന്ത്ര പാലസ്തീൻ എന്ന നിലപാടിനൊപ്പം നിന്ന പാശ്ചാത്യ രാജ്യങ്ങളെ വരികൾക്കിടയിലൂടെ വിമർശിക്കുകയുമാണ് ട്രംപ് ചെയ്തത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. സ്വതന്ത്ര പാലസ്തീൻ എന്ന നിലപാട് സ്വീകരിക്കുന്നവർ അവർ ഹമാസിൻ്റെ ഭീകരവാദത്തെ അംഗീകരിച്ചു കൊടുക്കുന്നതിന് തുല്യമായ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് ട്രംപ്. ഒപ്പം ഇത്തരത്തിൽ ഗസയിൽ സമാധാനം ആഗ്രഹിക്കുന്നവർ ആദ്യം ചെയ്യേണ്ടത് ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കാൻ ആവശ്യമായ നടപടികൾക്ക് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുക എന്നതാണ്. അത്തരത്തിൽ ഇസ്രായേലിനെ അനുകൂലിക്കുകയും പാശ്ചാത്യ രാജ്യങ്ങളെ, പാലസ്തീൻ രാഷ്ട്രത്തെ അനുകൂലിച്ച പാശ്ചാത്യ രാജ്യങ്ങളെ വരികൾക്കിടയിലൂടെ വിമർശിക്കുകയുമാണ് ട്രംപ് ചെയ്തത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒന്നും സംഭവിച്ചില്ല. പാലസ്തീൻ്റെ ഭാഗമായി സ്വതന്ത്ര പാലസ്തീൻ എന്ന ആവശ്യത്തോട് ഒരു അനുകൂല പ്രതികരണവും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് ഈ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനത്തോടനുബന്ധിച്ച് നടക്കുന്ന സൈഡ് ലൈൻ ചർച്ചകളിലാണ്. ഫ്രാൻസും സൗദി അറേബ്യയും മുൻകൈയെടുത്ത് ഒരു പദ്ധതി രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ട്. അതായത് ഗസയിൽ വെടിനിർത്തൽ, ബന്ദികളെ എല്ലാവരെയും മോചിപ്പിക്കൽ, ഇസ്രായേൽ സൈന്യം പിൻവാങ്ങൽ. മാത്രമല്ല, അതോടൊപ്പം തന്നെ പലസ്തീൻ അതോറിറ്റിയോട് ഐക്യപ്പെട്ട് നിൽക്കുന്ന രാഷ്ട്രീയരഹിതമായ ഒരു കമ്മിറ്റിയെ അധികാരം ഏൽപ്പിക്കുക. ഇത്തരത്തിലൊരു ഫോർമുലയാണ് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത്. ഈ പ്രപ്പോസലാണ് ഇനി ചർച്ചകളിൽ നിറയുക. സ്വാഭാവികമായും അറബ് രാഷ്ട്രങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുമായി അല്പസമയത്തിനകം തന്നെ ട്രംപ് ചർച്ച നടത്തും. ഈ ചർച്ചകളിലായിരിക്കും പുതിയ ധാരണകളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമോ എന്ന പ്രതീക്ഷകൾ ഇനിയുള്ളത്. എന്തായാലും സ്വതന്ത്ര പാലസ്തീൻ എന്ന നിലപാടിനെ അമേരിക്ക പൂർണ്ണമായി തള്ളുകയാണ്. ഒപ്പം ഐക്യരാഷ്ട്രസഭയെയും പാശ്ചാത്യ രാജ്യങ്ങളിലെ കുടിയേറ്റം അടക്കമുള്ള വിഷയങ്ങളെ ശക്തമായ ഭാഷയിൽ വിമർശിക്കാനുള്ള വേദി കൂടിയാക്കി ട്രംപ് ഈ UN പൊതുസഭയിലെ പ്രസംഗം മാറ്റി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. 7 മാസങ്ങൾക്കിടെ 7 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു എന്ന് ട്രംപ് നേരത്തെ പറഞ്ഞത് ഈ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിലും അദ്ദേഹം ആവർത്തിച്ചു. എന്നിട്ടും ഒരു ഘട്ടത്തിലും ഐക്യരാഷ്ട്രസഭ തന്നെ അഭിനന്ദിക്കാനോ ഏതെങ്കിലും ഘട്ടത്തിൽ ഇടപെടാനോ തയ്യാറായില്ല. ശൂന്യമായ വാക്കുകൾ കൊണ്ട് ഏതെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാമെന്നത് വ്യാമോഹമാണ് എന്ന തരത്തിൽ UN ഒഫീഷ്യൽസിനെ ഇരുത്തിക്കൊണ്ട് ഐക്യരാഷ്ട്രസഭയെ വിമർശിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് UN പൊതുസഭയിൽ കാണാനായത്. അത്തരത്തിൽ സ്വതന്ത്ര പാലസ്തീൻ എന്ന നിലപാടിന് പല കോണുകളിൽ നിന്നും പിന്തുണ വർദ്ധിക്കുമ്പോൾ, പ്രത്യേകിച്ച് 193 അംഗരാജ്യങ്ങളിൽ ഏതാണ്ട് 157 രാജ്യങ്ങൾ ഈ സ്വതന്ത്ര പാലസ്തീൻ എന്ന നിലപാട്, പാലസ്തീൻ രാജ്യം എന്ന നിലപാടിനെ അംഗീകരിക്കുമ്പോഴും അതിനോട് ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ല എന്ന കൃത്യമായ സന്ദേശം നൽകുകയാണ് അമേരിക്ക. ഒപ്പം ഇനി പുതിയൊരു പ്രപ്പോസൽ, അതായത് ഫ്രാൻസും സൗദി അറേബ്യയും മുൻകൈയെടുത്ത പ്രപ്പോസൽ, ഖത്തർ പ്രതിനിധിയുടെ കൂടി സാന്നിധ്യത്തിൽ അല്പസമയത്തിനകം നടത്തുന്ന ചർച്ചകളിൽ ആ ചർച്ചകളുടെ ഉരുത്തിരിയുന്ന സാരാംശം എന്താകും എന്നതിലേക്ക് ഉറ്റുനോക്കുകയാണ് ലോകം. എന്തായാലും പ്രതീക്ഷിച്ചതുപോലെ സംഭവിച്ചു. അമേരിക്ക ഇസ്രായേലിന് അനുകൂലമായി ശക്തമായ വാക്കുകളിലൂടെ UN പൊതുസഭയിൽ അവരുടെ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു ട്രംപ്. റൈറ്റ്, വി ആർ കാർത്തികാണ് വിവരങ്ങൾ നൽകിയത്. കൃത്യമായുള്ള നിലപാട് അത് ഇസ്രായേലിന് അനുകൂലമായിരുന്നു. ഡൊണാൾഡ് ട്രംപിൻ്റെ വാക്കുകളിൽ ഓരോ വശങ്ങൾ പരിശോധിക്കുമ്പോഴും